എല്ലാ ഗൂഢാലോചനയും പുറത്തു വരണമെന്നുള്ളതാണ്. എന്നിട്ട് ഒരു കാര്യം കൂടി കോടതി പറയുന്നത്, ഇത് ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ മേൽ മാത്രം വെച്ച് പഴിചാരാൻ കഴിയില്ല. അതിന്റെ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിലെ എല്ലാ ഉന്നതർക്കുമുണ്ട് എന്ന് തന്നെയാണ്. അങ്ങനെ തന്നെയാണ് ദേവസ്വം ബോർഡ് മാനുവൽ ലംഘിച്ചുകൊണ്ട് ഇത് സ്ഥലത്ത് നിന്ന് പുറത്തു കൊണ്ടുപോകുമ്പോൾ തന്നെ ഇതിൽ കുറ്റകൃത്യം സംഭവിക്കുന്നു. 2025 കാര്യമല്ല, 24 കാര്യം. 25 കാര്യത്തിൽ പറയുന്നത് അത് ഈ പറഞ്ഞതുപോലെ ഇതൊന്നും മനസ്സിലാക്കാതെ കൊണ്ടുപോയി എന്നുള്ളതാണ്. 2019 കളവ് നടത്തിയ ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് മനസ്സിലാക്കാൻ 2025 സാധിച്ചില്ല എന്നുള്ളത് വസ്തുതയല്ലേ, നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുജയുടെ ഒരു പോയിന്റ് ഞാൻ യോജിക്കുന്നത്, ദേവന്റെ സ്വത്ത് അഥവാ ദേവധനത്തിന്റെ ഉത്തരവാദിത്വം പുറത്തുനിന്ന് വരുന്ന ഒരു സ്പോൺസറെ ഏൽപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് ദേവസ്വം മാനുവലിൽ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം. അതാണ് 2019 വയലേറ്റ് ചെയ്തത്. 2019 വയലേറ്റ് ചെയ്തതാണ്. അവിടെ എന്നെ അത്ഭുതപ്പെടുത്തി അതിൻ്റെ വാറണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിൽ വന്നതാണ്. ദേവന്റെ സ്വത്തിന്റെ വാറണ്ടി എങ്ങനെയാണ് ഒരു പോറ്റിക്ക് വരിക എന്നുള്ളതാണ് കോടതിക്ക് സംശയം. ഇനി ആ വാറണ്ടി പറഞ്ഞിരിക്കുന്ന ആ വാറണ്ടി നമ്മളാരും കണ്ടിട്ടുമില്ല. അതാണ് ഇനി പുറത്തു വരേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് ദേവസ്വം കമ്മീഷണറാണ് ആ വാറണ്ടിയെക്കുറിച്ച് ബോധ്യപ്പെട്ടിരിക്കുന്നത് കേട്ടോ. കാര്യം ഇതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം ദേവസ്വം കമ്മീഷണർക്കാണ്, നേരിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനല്ല.